ഹലോ എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സ്വീഡനിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ കൊണ്ടുവരേണ്ടതായിട്ടുള്ള സാധനങ്ങൾ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാമെന്ന്. അതായത് ഈ ഒരു വിഷയം സ്റ്റുഡൻസിനും പ്രൊഫഷണൽസിനും ഒരുപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. കിച്ചൺ യൂട്ടൻസിൽസ് ആണ് ആദ്യം. ഓക്കെ, ഇതിൽ പ്രഷർ കുക്കർ, സ്റ്റീമർ, വേണമെങ്കിൽ ഇഡ്ഡലി തട്ട്, ഇത് പിന്നെ നമ്മുടെ ചിരട്ടപ്പുട്ടിനുള്ള ആ ഒരു സ്റ്റീമറും, പിന്നെ അരിപ്പയും ഇതിൻ്റെ കൂടെ തന്നെ മറക്കാതെ കൊണ്ടുവരേണ്ട സാധനമാണ്. പിന്നെ ഈ ദോശ നമുക്ക് ഒഴിക്കാനായിട്ട് നല്ല ഇച്ചിരി മാവ് കയറുന്ന രീതിയിലുള്ള കുഴിത്തവി, അത് നല്ലതായിരിക്കും. കുഴിത്തവിയൊക്കെ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒക്കെ കടകളിൽ കിട്ടും കേട്ടോ. അതിനായി തപ്പി ഇറങ്ങണമെന്നേ ഉള്ളൂ. എവിടെയെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ കയറുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞങ്ങളിവിടെ ആദ്യമായിട്ട് വന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റിയത് ഈ ഒരൊറ്റ അരിപ്പ ടൈപ്പാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാമോ? ഇത് ഇങ്ങനെ തുറക്കുന്ന ടൈപ്പാണ്. ഇവിടെ ഉള്ളവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പൊടി ഇട്ടിട്ട് ഇങ്ങനെ അടച്ചിട്ട് തിളച്ച വെള്ളത്തിനകത്ത് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനിത് തുറന്നു പിടിച്ചിട്ട് അരിക്കാൻ ഉപയോഗിക്കുമായിരുന്നു. കാരണം അങ്ങനെയായിരുന്നു. എനിക്ക് ആദ്യം അരിപ്പം ഉണ്ടായിരുന്നില്ല. ഒരു 2 or 3 ഒക്കെ കൊണ്ടുപോകാം. കാരണം എന്താണെന്ന് വെച്ചാൽ അതെങ്ങാണോ എന്തെങ്കിലും ഒന്ന് ഡാമേജ് ആയി പോയാലും വേറൊരെണ്ണം നമുക്ക് സ്റ്റോക്ക് ഉണ്ടല്ലോ. പ്രഷർ കുക്കർ, പിന്നെ നമുക്ക് ഇവിടുത്തെ സ്വീഡിഷ് കടയിൽ കിട്ടും. പക്ഷെ നമ്മുടെ പ്രഷർ കുക്കറിനകത്ത് ഈ വിസിൽ ഊതത്തില്ലേ, അങ്ങനൊന്നും ഇവിടുത്തെ ഇതിൽ വിസിലൊന്നും പോകത്തില്ല. അതിന് ടൈമർ എന്തോ സെറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് നമ്മൾ ഇത് ശീലിച്ചിട്ട് നമുക്ക് അത് വലിയ പാടായിരിക്കും. പിന്നെ ചിലപ്പോൾ ചോറ് ഇച്ചിരി കുഴഞ്ഞൊക്കെ പോവും, അങ്ങനെയൊക്കെ ആവാൻ സാധ്യത ഉണ്ട്. രണ്ടാമത്തെ സാധനം കറിവേപ്പില. നമുക്ക് കറിവേപ്പില ഇവിടെ കണ്ടു കിട്ടാൻ വലിയ പാടാണ്. ഇനീഷ്യലി ഞാൻ സ്വീഡനിലോട്ട് ആദ്യം വന്നപ്പോൾ എനിക്ക് കറിവേപ്പിലയുടെ നമ്മൾ ആഗ്രഹിക്കത്തില്ല, ദൈവമേ എന്തെങ്കിലും ഒരു കറിവേപ്പിലയുടെ ഫോം കിട്ടിയിരുന്നെങ്കിൽ ഫ്രോസൺ ആയാലും കുഴപ്പമില്ലെന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഇപ്പം ഞങ്ങൾ 4 വർഷം മുന്നേ വന്നത്. ആ സമയത്ത് എനിക്ക് കിട്ടിയത് കറിവേപ്പില ഉണക്കി പൊടിച്ചതല്ല, പക്ഷെ കീറിയിട്ടത്, അങ്ങനത്തെ ഒരു ഫോമാണ് എനിക്ക് കിട്ടിയത്. ആ സമയത്ത് അതൊക്കെയായിരുന്നു നമ്മൾ കറിയിൽ ഇട്ടുകൊണ്ടിരുന്നതും. പ്രത്യേകിച്ച് മണമോ ഗുണമോ ഒന്നുമില്ല, പക്ഷെ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ വല്ലപ്പോഴും ഒക്കെ നമുക്ക് കറിവേപ്പില ഇന്ത്യൻ സ്റ്റോറിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോവാ, അതാണ് സൂപ്പർ. പിന്നെ നമുക്ക് യൂട്യൂബിൽ ഓൾറെഡി എങ്ങനെയാണ് കറിവേപ്പില കുറച്ചും കൂടെ കൂടുതൽ ലോങ് ടൈം ഫ്രഷ് ആക്കി വെക്കുക, ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഓൾറെഡി കുറേ പേര് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. വാട്സാപ്പിൽ തന്നെ ഓരോ ഗ്രൂപ്പ്സ് ഉണ്ട് ഇന്ത്യൻ സ്റ്റോറിന് തന്നെ. അപ്പം ആ കടക്കാർ ഫോട്ടോസ് ഇടും എന്തൊക്കെ ഇന്ത്യൻ വെജിറ്റബിൾസ് ആണ് വന്നിട്ടുള്ളതെന്നുള്ളത്. അതിൽ കറിവേപ്പില കണ്ട ഓഫീസിൻ്റെ ഇടയ്ക്ക് ലഞ്ച് ബ്രേക്കിലൊക്കെ ഓടുന്ന ആൾക്കാരുണ്ട് കറിവേപ്പില കിട്ടാനായിട്ട്. മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് മെഡിസിൻസ് ആണ്. സ്പെഷ്യലി കുട്ടികൾക്ക് ആദ്യത്തെ വിൻ്റർ നിങ്ങൾക്ക് ഇച്ചിരി പനിയും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഞങ്ങൾ വിൻ്റർ സീസണിനെ ഫ്ലൂ സീസൺ എന്നാണ് വിളിക്കുന്നത്. കാരണം ആ സമയത്ത് മിക്ക പേർക്കും ഫ്ലൂ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടെമ്പറേച്ചറൊക്കെ യൂസ് ടു ആയി എന്ന് പറഞ്ഞാലും നമുക്ക് ഓരോ വിൻ്ററിലും എന്തെങ്കിലുമൊക്കെ ഒരു പനിയോ ചുമയോ ജലദോഷം അതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ആദ്യത്തെ വിൻ്റർ കുറച്ച് സിവിയർ ആയിരിക്കും. ഒരു 3-4 ആഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന പനിയോ ചുമയോ ജലദോഷമോ കഫക്കെട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിന് തക്കതായിട്ടുള്ള മെഡിസിൻസ് നിങ്ങൾ കൊണ്ടുവരിക. പിന്നെ ജാക്കറ്റ്സ് ആണ്. ജാക്കറ്റ്സ് നിങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരരുത്, ഇവിടെ വന്നേ വാങ്ങാവുള്ളൂ. ഇവിടുത്തെ നമ്മുടെ തണുപ്പിനും കാലാവസ്ഥയ്ക്കും ഉള്ള മെറ്റീരിയൽസ് ആയിരിക്കും ഇവിടെ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചുള്ള മേക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടുത്തെ ജാക്കറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. വന്നൊരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഓൾറെഡി ഷോപ്പ് ചെയ്യാൻ ഇറങ്ങാമല്ലോ. സോ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ലൈറ്റ് ജാക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഓക്കെ, പിന്നെ മഫ്ലേഴ്സ്, അതെല്ലാം ഇവിടുത്തെ മേക്കാണ്, ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് സൂട്ടബിൾ. ഓക്കെ, പിന്നെ ലഗേജ് എന്തായാലും നാട്ടിൽ പോകുമ്പോൾ ഇഷ്ടംപോലെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. കാരണം നമുക്കിവിടെ ഇന്ത്യൻ ഡ്രസ്സസ് കിട്ടാൻ വലിയ പാടാണ്. കിട്ടത്തേ ഇല്ല എന്ന് തന്നെ പറയാം. അഥവാ നമുക്ക് കിട്ടണമെങ്കിൽ ആമസോൺ വഴി ഓർഡർ ചെയ്യണം. ആമസോൺ വഴി ഓർഡർ ചെയ്താലോ ഭയങ്കര റേറ്റ് ആണ് സാധനങ്ങൾക്കൊക്കെ. അതിൻ്റെ പകുതി വിലയ്ക്ക് നമുക്ക് നാട്ടിൽ നല്ല അടിപൊളി വെറൈറ്റിയിലും സെലക്ഷനിലും ഡിസൈനിലും നമുക്ക് സാധനങ്ങൾ കിട്ടും.
ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനനുസരിച്ചാണ് നാട്ടിൽ പോകുമ്പോഴാണ് ഡ്രസ്സ് വാങ്ങിയതൊക്കെ കൂടുതലും ഉള്ളത്. പക്ഷേ ഇവിടുന്ന് നമുക്ക് ഓഫീസിലേക്കുള്ള പ്രൊഫഷണൽ ഡ്രസ്സസ് അല്ലെങ്കിൽ ഫോർമൽസ് അങ്ങനെയുള്ളൊരു ഒരു കാറ്റഗറി ഓഫ് ഡ്രസ്സസ് മാത്രം, ക്ലോത്തിങ് മാത്രമേ നമ്മൾ വാങ്ങാറുള്ളൂ. പക്ഷേ നാട്ടിൽ പോയിട്ടാണ് അടിപൊളി ഈ ഓണം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ടൈപ്പിലുള്ള വെയർ കൂടുതലും ഞങ്ങൾ നാട്ടിൽ പോകുമ്പോഴാണ് വാങ്ങുക. സോ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങൾ വരുന്ന ടൈമിൽ കൊണ്ടുവരാനായിട്ട് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് ഇന്ത്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം ഇന്ത്യൻ കടകളിലൊക്കെ കാണാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇനി എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അതേപോലെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പർട്ടിക്കുലർ സാധനങ്ങളൊക്കെ കൊണ്ടുവരണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇടാം, അല്ലെങ്കിൽ മറ്റേ കമൻറ്റിൽ ഇടാം, കുഴപ്പമില്ല. സോ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. അടുത്തൊരു അടിപൊളി എപ്പിസോഡിൽ വീണ്ടും കാണാം. സ്വീഡൻ മല്ലു സൈനിങ് ഓഫ്.